Hello my dear students, welcome to Sustainable Engineering class. Today we will discuss the chapter 2.2. Module 2-ലെ സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലെ മെയിൻ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ഗ്ലോബൽ വാർമിംഗ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ. ഈ ഒരു 4 ടോപ്പിക്സിനെയാണ് സെക്കൻഡ് ചാപ്റ്ററായിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ടോപ്പിക്സിലേക്ക് പോവാം. ഫസ്റ്റ് വൺ, ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. എന്താണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്? നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു വാക്കാണ്, പൊതുവെ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് കേൾക്കുന്നൊരു വാക്കാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. സോ എന്താണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ദ പ്രോസസ് ദാറ്റ് ഒക്കേഴ്സ് വെൻ ഗ്യാസസ് ഇൻ എർത്ത് അറ്റ്മോസ്ഫിയർ ട്രാപ്പ് ദ സൺസ് ഹീറ്റ്. ഓക്കെ, അതായത് നമ്മൾ സൂര്യൻ്റെ എനർജി, സോളാർ എനർജി നമ്മളുടെ എർത്തിലേക്ക് എത്തുന്നു. ഓക്കെ, ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഇങ്ങനെ എർത്തിലേക്ക് എത്തുന്ന സോളാർ എനർജി കൂടെ ഹീറ്റ് എനർജിയും കൂടെ വരുന്നുണ്ടല്ലോ. ഓക്കെ, ഈ ഒരു ഹീറ്റ് എനർജിയെ ട്രാപ്പ് ചെയ്തിട്ട് നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ ട്രാപ്പ് ചെയ്തിട്ട് നമ്മളുടെ അന്തരീക്ഷത്തിലുള്ള ആ ഒരു ടെമ്പറേച്ചറിനെ നിലനിർത്തുന്ന ഒരു എഫക്റ്റാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അറ്റ്മോസ്ഫിയർ ഇല്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനൊരു വാം ടെമ്പറേച്ചർ കിട്ടില്ല. ബാക്കി പ്ലാനറ്റ്സിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് നമ്മൾക്ക് ഈ അറ്റ്മോസ്ഫിയറിലൂടെ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ പ്രസൻസ്. ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ഗ്യാസസ് ആണ്. അതെന്താണെന്ന് നമ്മൾ വഴിയെ പറയും. ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ഗ്യാസസിൻ്റെ പ്രത്യേകത, ദേ ക്യാൻ അബ്സോർബ് ഓർ എന്താ പറയുക, അവർക്ക് ഈ ഒരു ഹീറ്റ് എനർജിയെ അബ്സോർബ് ചെയ്തിട്ട് റേഡിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എന്ത് ചെയ്യും, നമ്മളുടെ ഈ അറ്റ്മോസ്ഫിയറിലും നമ്മളുടെ എർത്ത് സർഫസിലും നല്ല രീതിയിലൊരു വാം ടെമ്പറേച്ചർ, അതായത് ഈ ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ രീതിയിലുള്ളൊരു നോർമൽ ടെമ്പറേച്ചർ, വാം ടെമ്പറേച്ചർ നിലനിർത്താൻ ഈ ഒരു എഫക്റ്റിനെ കൊണ്ട് കഴിയുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇറ്റ് മേക്സ് എർത്ത് എ കംഫർട്ടബിൾ പ്ലേസ് ടു ലിവ്. അതാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കി പ്ലാനറ്റ്സിൽ കമ്പയർ ചെയ്യുമ്പോൾ എർത്തിൽ ഒരു കംഫർട്ടബിൾ ടു ലിവ് ആവാനുള്ള കാരണത്തിൽ ഒന്നാമത് ഗ്രീൻ ഹൗസ് എഫക്റ്റ് കൊണ്ടാണ്. ഓക്കെ, ഇനി റേഡിയേഷൻ ഫ്രം എ പ്ലാന്റ്സ് അറ്റ്മോസ്ഫിയർ വാം ദ പ്ലാന്റ് സർഫസ് ടു എ ടെമ്പറേച്ചർ എബവ് വാട്ട് ഇറ്റ് വുഡ് ബി വിത്തൗട്ട് ദിസ് അറ്റ്മോസ്ഫിയർ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് അറ്റ്മോസ്ഫിയർ ഇല്ലാതിരിക്കുന്നൊരവസ്ഥയിൽ അങ്ങനെ ഒരു വാം ടെമ്പറേച്ചർ നമ്മൾക്ക് കിട്ടില്ല. സോ അതിൻ്റെ പ്രസൻസിലാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു എഫക്റ്റ് കിട്ടുന്നത്. ഇനി സോളാർ എനർജി എന്ത് ചെയ്യുന്നു, എർത്ത് സർഫസിലേക്ക് വരും അല്ലേ. സോ എർത്ത് സർഫസിലേക്ക് സോളാർ എനർജി അബ്സോർബ് ചെയ്തിട്ട് അതിനെ തിരിച്ച് റേഡിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ഹീറ്റ് എനർജി ആയിട്ടാണ് തിരിച്ച് റേഡിയേറ്റ് ചെയ്യുന്നത്. അതായത് സോളാർ എനർജി സ്പേസിൽ നിന്നും എർത്ത് സർഫസിലേക്ക് എത്തുന്നു. അതിനെ നമ്മൾ എർത്ത് സർഫസ് റേഡിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹീറ്റ് എനർജി ആയിട്ടാണ് റേഡിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ ഹീറ്റ് എനർജി തിരിച്ച് റേഡിയേറ്റ് ചെയ്ത് പോകുമ്പോൾ സംഭവിക്കുന്നത്, നമ്മളുടെ ഈ അറ്റ്മോസ്ഫിയറിലൂടെ തന്നെയാണല്ലോ തിരിച്ചു പോകുന്നത്. ആ സമയത്ത് ഈ അറ്റ്മോസ്ഫിയറിലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ത് ചെയ്യുന്നു? ഈ ഹീറ്റ് എനർജിയെ അബ്സോർബ് ചെയ്യും. ഓക്കെ, ദെൻ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ ഒരു പ്രത്യേകത, അവരുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് കോംപ്ലക്സ് കോമ്പൗണ്ട്സ് ആണ്. ഗ്രീൻ ഹൗസ് ഗ്യാസസ് അവരുടെ മോളിക്യൂൾസിന് എങ്ങനെ ഒരു കപ്പാസിറ്റി എന്താണെന്ന് വെച്ചാൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ദേ റേഡിയേറ്റ് ദ ഹീറ്റ് ബാക്ക് ടു ദ എർത്ത് സർഫസ്. അങ്ങനെ അത് അവർ എന്ത് ചെയ്തു? അബ്സോർബ് ചെയ്ത ഹീറ്റ് എനർജിയെ എർത്ത് സർഫസിലേക്കോ അതല്ലെങ്കിൽ മറ്റു ഗ്രീൻ ഹൗസ് ഗ്യാസ് മോളിക്യൂൾസിലേക്കോ അല്ലെങ്കിൽ സ്പേസിലേക്കോ തിരിച്ച് റേഡിയേറ്റും ചെയ്യും ഈ ഹീറ്റ് എനർജി. ഓക്കെ, ഈ രീതിയിലാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് വരുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ എന്താ പറഞ്ഞതിൽ സോളാർ എനർജി എർത്ത് സർഫസിലേക്ക് വരുന്നു. ഈ വരുന്ന സോളാർ എനർജിയെ എർത്ത് സർഫസ് റേഡിയേറ്റ് ചെയ്യുന്നത് ഹീറ്റ് എനർജി ആയിട്ടാണ്. ഈ ഹീറ്റ് എനർജി അറ്റ്മോസ്ഫിയറിലൂടെ പോകുമ്പോൾ അറ്റ്മോസ്ഫിയറിലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ത് ചെയ്യുന്നു? അത് അബ്സോർബ് ചെയ്യുന്നു. അത് അബ്സോർബ് ചെയ്തിട്ട് തിരിച്ചത് എന്ത് ചെയ്യുന്നു? തിരിച്ച് റേഡിയേറ്റ് ചെയ്യുന്നു അല്ലേ. തിരിച്ച് റേഡിയേറ്റ് ചെയ്യുന്ന എർത്ത് സർഫസിലേക്ക് ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു ഗ്യാസ് മോളിക്യൂളിലേക്ക്, ഗ്രീൻ ഹൗസ് ഗ്യാസ് മോളിക്യൂളിലേക്ക് റേഡിയേറ്റ് ചെയ്യാം. ഏതായാലും ആ ഒരു പ്രോസസ്സിലൂടെ മൊത്തത്തിൽ സംഭവിക്കുന്നത് എർത്തിൻ്റെ മൊത്തം ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് വാം ടെമ്പറേച്ചർ നിലനിർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇനി ഈ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾക്ക് കംഫർട്ടബിൾ ആണ്, നമ്മൾക്ക് അനിവാര്യമായൊരു കാര്യമാണ് ഈ ഭൂമിയിൽ ജീവിക്കാൻ. പക്ഷേ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക?
ഒബ്വിയസ്ലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അറ്റ്മോസ്ഫിയറിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് മോർ ആൻഡ് മോർ ക്രമാതീതമായിട്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, ഈ ഒരു ഹീറ്റ് എനർജി ഒരുപാട് കൂടും. ഓക്കെ, അങ്ങനെ ടോട്ടൽ മൊത്തത്തിൽ ഈ ഹീറ്റ് എനർജി പുറത്ത് പോവാതെ കംപ്ലീറ്റ് ഇതിൻ്റെ ഉള്ളിൽ ഹീറ്റ് എനർജി തങ്ങി നിൽക്കുന്നു. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്, ആവശ്യത്തിൽ കൂടുതൽ ടെമ്പറേച്ചർ വരുന്നു. അത് വേറെ ഒരുപാട് കാര്യങ്ങൾ, ഗ്ലോബൽ വാർമിംഗ്, ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മറ്റ് പല കാര്യങ്ങളിലേക്കും അത് വഴിതെളിക്കും. ഓക്കെ, സോ അതിൻ്റെ ഒരു നോർമൽ നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾക്കത് കൺവീനിയൻ്റ് ആണ്, കംഫർട്ടബിൾ ആണ്. പക്ഷേ അതിൻ്റെ കോൺസെൻട്രേഷൻ ലെവൽ, അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ലിമിറ്റിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അതെന്താണ്, അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ് അല്ലേ. സോ ഗ്ലോബൽ ആവറേജ് ടെമ്പറേച്ചർ തന്നെ ഇൻക്രീസ് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഇതിൻ്റെ എമിഷനും കാര്യങ്ങളും അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻ കൂടിക്കഴിഞ്ഞാലുള്ള അവസ്ഥയാണത്. എന്താണ്, എർത്തിൻ്റെ ക്ലൈമറ്റിനെ ഓൾട്ടർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രോട്ട്സ് ആൻഡ് റെയിൻഫോൾ, ഈ വരൾച്ചയും അതുപോലെ ഒരുപാട് മഴയൊക്കെ എന്ന് പറഞ്ഞ് അതിൻ്റെ പാറ്റേണുകളിലൊക്കെ ചേഞ്ച് വരും. അതുപോലെ ഫുഡ് പ്രൊഡക്ഷനൊക്കെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ ഈ ഒരു കാര്യം ചെന്നെത്തിക്കുന്നുണ്ട്. സോ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും, ഗ്രീൻ ഹൗസ് എഫക്റ്റ് കാണിക്കുന്നത് സോളാർ എനർജി വരുന്നു, അതിൽ നിന്നും റേഡിയേഷനായി പോകുന്നു, പിന്നെ ഹീറ്റ് എനർജി ആയിട്ട് തിരിച്ച് അവിടെ തന്നെ നിൽക്കുന്നു. ഓക്കെ, ഇനി ഏതൊക്കെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്? മേജർ വൺ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ വേപ്പർ, മീഥേൻ, നൈട്രസ് ഓക്സൈഡ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇന്ന് പ്രത്യേകിച്ച് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമിഷൻ വളരെ കൂടുതലായതുകൊണ്ട് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത് അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മോളിക്യൂൾസിനൊക്കെ പ്രത്യേകത ഉണ്ട്. അതായത് ദേ ആർ മെയ്ഡ് ഓഫ് 3 or more ആറ്റംസ് അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് ആവട്ടെ, ഇതെല്ലാം വാട്ടർ വേപ്പർ എല്ലാം എന്താണ്, 3 or more ആറ്റംസ് കൂടി ചേർന്നിട്ടുള്ള മോളിക്യൂൾസ് ആണ്. ഓക്കെ, എന്നിട്ട് ഈ ആറ്റംസ് എല്ലാം ലൂസായിട്ടാണ് തമ്മിൽ നിൽക്കുന്നത്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ എന്താണ്, ദേ ക്യാൻ വൈബ്രേറ്റ് വെൻ ദേ അബ്സോർബ് ഹീറ്റ്. സോ മോർ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യാനും അബ്സോർബ് ചെയ്യുന്ന സമയത്ത് വൈബ്രേറ്റ് ചെയ്യാനും എന്താണ് ഈ ആറ്റംസിന് പറ്റുന്നുണ്ട്. Okay, ഇനി the vibrating molecules release the radiation which will likely be absorbed by another greenhouse gas molecule. Okay, so അവരെന്ത് ചെയ്യുന്നു, ഈ വൈബ്രേറ്റ് ചെയ്യുന്നതിന് കൂടെ തന്നെ ഹീറ്റ് എനർജിയെ വീണ്ടും റേഡിയേഷൻ ആയിട്ട് റിലീസ് ചെയ്യുന്നു. ആ എനർജിയെ മറ്റു ഗ്രീൻ ഹൗസ് മോളിക്യൂൾസിന് അബ്സോർബ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ളൊരു മൊത്തം നാച്ചുറൽ പ്രോസസ്സ് എന്ത് ചെയ്യുന്നു, എർത്ത് സർഫസിൽ ഒരു ഹീറ്റായിട്ട് വാമായിട്ട് കീപ്പ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗ്രീൻ ഹൗസ് എഫക്റ്റിനെ കുറിച്ച്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഗ്ലോബൽ വാർമിംഗ് ആണ്. സോ ഗ്ലോബൽ വാർമിംഗ് എന്താണ്, ഈ ഗ്രീൻ ഹൗസ്, ഈ പറയാവുന്ന പോകുന്ന ടോപ്പിക്സുകളെല്ലാം തമ്മിൽ റിലേറ്റഡ് ആണ്. ഓക്കെ, ഒന്നും ഡിഫറെൻ്റ് അല്ല. അപ്പം ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് റൈസ് ഇൻ ദ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ദ എർത്ത്സ് ക്ലൈമറ്റ് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് റിലേറ്റഡ് എഫക്ട്സ്. സോ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ എർത്തിൻ്റെ ടോട്ടൽ ആവറേജ് ടെമ്പറേച്ചർ എടുത്തു കഴിഞ്ഞാൽ ആവശ്യത്തിൽ കൂടുതൽ അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിനെയാണ്, ആ ഒരു എഫക്റ്റാണ് ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെയിൻലി ഇതെന്തുകൊണ്ടാണ്, ഗ്രീൻ ഹൗസ് എഫക്റ്റ് കൊണ്ട് തന്നെയാണ് ഗ്ലോബൽ വാർമിംഗ് വരുന്നത്. ഓക്കെ, mainly caused by increasing concentrations of greenhouse gases and other human caused emissions. അതായത് മെയിനായിട്ടും ഈ ഗ്ലോബൽ വാർമിംഗ് വരുന്നത് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോഴാണ്. അതുപോലെ തന്നെ മറ്റ് ഹ്യൂമൻ കോസ്ഡ് എമിഷൻസ് കൊണ്ടൊക്കെ ഗ്ലോബൽ വാർമിംഗ് വരുന്നുണ്ട്. ഇനി എഫക്ട്സ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്. ഇനി ഗ്ലോബൽ വാർമിംഗ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്ട്സ് എന്തൊക്കെയാണ്? മെൽറ്റിംഗ് ഓഫ് ഗ്ലേഷ്യേഴ്സ്. അതായത് നമുക്കറിയാം ഗ്ലേഷ്യേഴ്സിന് നമ്മളുടെ എർത്തിൽ ഒരുപാട് ഉള്ള കാര്യങ്ങളാണ് ഗ്ലേഷ്യേഴ്സ്, സ്നോ എല്ലാം. ഇതൊക്കെ എന്ത് ചെയ്യുന്നു, മെൽറ്റ് ചെയ്യുന്നു. ഏർലി സ്നോ മെൽറ്റ്, അതുപോലെ സിവിയർ ഡ്രോട്ട്സ്. ഇതൊക്കെ എന്തായിരിക്കും, നമ്മൾ ടെമ്പറേച്ചർ നോർമൽ ടെമ്പറേച്ചറിൽ നിന്നും ഒരുപാട് കൂടുതലായി കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ സിവിയർ ഡ്രോട്ട്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഗ്ലേഷ്യേഴ്സും സ്നോ മെൽറ്റും കാര്യങ്ങളൊക്കെ കൂടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും, സീ ലെവൽ റൈസ് ചെയ്യും. അതുപോലെ ഡിസ്ട്രപ്ഷൻ ഓഫ് ഹാബിറ്ററ്റ്സ് സച്ച് ആസ് കോറൽ റീഫ്സ് ആൻഡ് ആൽപൈൻ മീഡോസ്. അതായത് ഈ ചില സ്പീഷീസിന് ഒരു ടെമ്പറേച്ചർ ലിമിറ്റിൻ്റെ അപ്പുറം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കതൊരു വംശനശീകരണം തന്നെ സംഭവിച്ചേക്കാം അല്ലേ. സോ അങ്ങനെയൊക്കെ വരുന്ന ടൈപ്പുകളാണ് കോറൽ റീഫ്സും ആൽപൈൻ മീഡോസും ഒക്കെ. ഇതിലൊക്കെ എന്ത് സംഭവിക്കുന്നു, അവരുടെ ഹാബിറ്ററ്റ്സിനെ ഡിസ്റപ്റ്റ് ചെയ്യുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് അലർജീസ്, ആസ്മ പോലത്തുള്ള ഇൻഫെക്ഷ്യസ് ഡിസീസസ് ഒക്കെ വളരെ കോമൺ ആയിട്ട് ഉണ്ടായിരിക്കും. സോ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ ഗ്ലോബൽ വാർമിങ്ങും ഗ്രീൻ ഹൗസ് ഗ്യാസ് എഫക്റ്റിൻ്റെ ഒക്കെ ബാക്കിയായിട്ട് വരുന്നത് തന്നെയാണ് ക്ലൈമറ്റ് ചേഞ്ചും. അതായത്
എന്താണ് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? ഗ്ലോബൽ വാർമിംഗ് ഡ്രിവൺ ബൈ ഹ്യൂമൻ എമിഷൻസ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആൻഡ് റിസൾട്ടിങ് ലാർജ് സ്കെയിൽ ഷിഫ്റ്റ്സ് ഇൻ വെതർ പാറ്റേൺസ്. അതായത് നോർമലി ഉള്ള വെതർ പാറ്റേൺസിൽ നിന്നും ലാർജ് സ്കെയിൽ ആയിട്ടുള്ള ഷിഫ്റ്റിംഗ് വരുന്ന ഒരു സിറ്റുവേഷനാണ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ്? ഗ്ലോബൽ വാർമിംഗ് കൊണ്ടാണ്, അതുപോലെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് കൊണ്ടാണ്. ഓക്കെ, ടെമ്പറേച്ചർ റൈസ് ഇസ് ആക്സിലറേറ്റഡ് ഓർ ടെമ്പേർഡ് ബൈ ക്ലൈമറ്റ് ഫീഡ്ബാക്സ്. അതായത് നമ്മളുടെ ഇപ്പം ഈ ഒരു ആക്ച്വലി നമ്മളുടെ ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ഓക്കെ, അതായത് അതിൻ്റെ കറക്റ്റ് അനുസരിച്ചിട്ടുള്ള അതിൻ്റെ ഓർഡർ അനുസരിച്ചുള്ള ക്ലൈമറ്റിലെ ചേഞ്ചും കാര്യങ്ങളൊക്കെ മൊത്തം ഒരു സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യുകയാണല്ലോ നമ്മളുടെ എർത്തിൽ. സോ അതിലെന്തെങ്കിലും ഒരു കാര്യങ്ങൾ എന്താ പറയുക, ഇപ്പം വാട്ടർ വേപ്പറിൻ്റെ എമൗണ്ട് കൂടുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മോർ ആൻഡ് മോർ ഡിഫറെൻറ്റ് പാറ്റേണുകളാണ് അവിടെ ക്ലൈമറ്റിൽ വരുന്നത്. അതുപോലെ ഡെസേർട്ട്സ് ആർ എക്സ്പാൻഡിങ്. ഓക്കെ, അതായത് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ബാക്കി പത്രമായിട്ട് വരുന്നതാണ് ഡെസേർട്ട്സ് എക്സ്പാൻഡ് ചെയ്യുന്നു. അതുപോലെ മറ്റൊരു കാര്യങ്ങൾ എന്താണ്? ഹീറ്റ് വേവ്സ് ആൻഡ് വൈൽഡ് ഫയർസ് ആർ മോർ കോമൺ അല്ലേ. സർഫസ് ടെമ്പറേച്ചർ റൈസ് ഈസ് ഗ്രേറ്റസ്റ്റ് ഇൻ ആർട്ടിക്കിലാണ് ഈ ഒരു ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് കൂടുതൽ കാണിക്കുന്നത്. ലിമിറ്റിംഗ് ഓഷ്യൻ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഹാമിങ് ഫിഷ് സ്റ്റോക്ക്. അതായത് ഒരു നോർമൽ ലെവലിൽ നിന്നും ടെമ്പറേച്ചർ റൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? എല്ലാ പ്രൊഡക്ടിവിറ്റിയും, ഓഷ്യൻ പ്രൊഡക്ടിവിറ്റിയും ഒക്കെ അതിന് ലിമിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ മെനി സ്പീഷീസിന് എന്തെയും എക്സ്റ്റിങ്ഷൻ അല്ലെങ്കിൽ റീലൊക്കേഷൻ, അവരുടെ ഹാബിറ്റേറ്റ് ചേഞ്ച് വരുന്നു, അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്ലി എക്സ്റ്റിങ്ക്റ്റ് ആവുന്ന ഒരു സിറ്റുവേഷൻ വരുന്നു. പറഞ്ഞിട്ടുള്ളത് സർഫസ് ടെമ്പറേച്ചർ ആർ റൈസിംഗ് ബൈ അബൌട്ട് 0.2 ഡിഗ്രി സെൽഷ്യസ് പെർ ഡെക്കേഡ്. ഓരോ ഡെക്കേഡിൽ 0.2 ഡിഗ്രി സെൽഷ്യസിൻ്റെ ഒരു ഇൻക്രീസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. നെക്സ്റ്റ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ. അപ്പം ഇതുപോലൊക്കെ പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ. എന്താണ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് ഓസോൺ ലെയർ എന്താണെന്ന് നോക്കാം. അത് സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഒരു ലെയറാണ് ഓസോൺ ലെയർ എന്ന് പറയുന്നത്. അതായത് എർത്ത് സർഫസിൽ നിന്നും ഒരു 20 to 35 കിലോമീറ്റേഴ്സിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ലെയറാണ് ഓസോൺ ലെയർ. തിക്നെസ്, ഓസോണിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്, ഓരോ ഏരിയയിലും ഡിഫറെൻ്റ് ആയി. അപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൾ ദ സീസണൽ ജിയോഗ്രഫിക്കൽ ചേഞ്ചിനനുസരിച്ചൊക്കെ ആ ഒരു തിക്നെസ്സും കാര്യങ്ങളും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇനി എന്താണ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ എന്ന് പറയുന്നത്? നോക്കൂ, ഓസോൺ ലെയർ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഓസോൺ ലെയർ നമ്മൾക്ക് സ്പേസിൽ നിന്നും വരുന്ന ഒരുപാട് ഹാർംഫുൾ ആയിട്ടുള്ള UV റേസ് എല്ലാം ഉണ്ട്. സോ അതിനെ ആ ഒരു UV റേസിനെ എല്ലാം അബ്സോർബ് ചെയ്തിട്ട് നമ്മളുടെ അറ്റ്മോസ്ഫിയറിലേക്ക് കടത്തി വിടാതിരിക്കുന്നു. ഓക്കെ, ആ രീതിയിലാണ് ഓസോൺ ലെയറിന് അതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. ഇനി ഓസോൺ ലെയർ ഡിപ്ലീഷൻ എന്ന് പറഞ്ഞാൽ അത് ചില പർട്ടിക്കുലർ ഏരിയാസിൽ എന്ത് ചെയ്യുന്നു? ഈ ഓസോൺ ലെയറിൻ്റെ തിക്നെസ് വളരെ കുറഞ്ഞു പോകുന്നു, അതായത് തിന്നിങ് ആയി വരും. ഓക്കെ, തിന്നായി വരുന്നു അറ്റ്മോസ്ഫിയറിൻ്റെ അപ്പറിലൊക്കെ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ഓസോൺ ലെയറിൻ്റെ ഓസോണിൻ്റെ പ്രസൻസ് വളരെ കുറഞ്ഞിട്ട് അവിടുത്തെ തിക്നെസ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു ഏരിയയിൽ കൂടെ സോളാർ റേഡിയേഷൻസിന്, UV റേഡിയേഷൻസിനെല്ലാം ഡയറക്റ്റ്ലി എർത്ത് സർഫസിലേക്ക് എത്താൻ പറ്റുന്നു. ഇതാണ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം നോക്കാം. അതായത് ക്ലോറോ ഫ്ലൂറോ കാർബൺസ്, CFC എന്ന് പറയുന്നത് ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ആണ്. അതുപോലെ തന്നെ മറ്റ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് ആയിട്ടുള്ള ODS എന്ന് പറയും. ഓക്കെ, ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് ആയിട്ടുള്ള CFCസും അങ്ങനത്തെ ഒരുപാട് സബ്സ്റ്റൻസസ് എന്താണ് അറ്റ്മോസ്ഫിയറിലേക്ക് എമിറ്റ് ചെയ്യും. ഫസ്റ്റ് അതിൻ്റെ മെക്കാനിസമാണ് പറയുന്നത്. ഫസ്റ്റ് ഇത് അറ്റ്മോസ്ഫിയറിലേക്ക് എമിറ്റ് ചെയ്യുന്നു. പിന്നെ വിൻഡ് വഴി എന്ത് ചെയ്യുന്നു? ഇതെല്ലാം കൂടെ ട്രോപ്പോസ്ഫിയറിലൊക്കെ ആയിട്ട് മൊത്തമായിട്ട് എന്തായിരുന്നു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഈ എല്ലാ ഗ്യാസസും, ഈ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് എല്ലാം അവിടെ ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പിന്നെ പറയുന്നത് ഈ CFC ഒക്കെ എന്ന് പറയുന്നത് എക്സ്ട്രീംലി സ്റ്റേബിളാണ്. ഓക്കെ, അത് ഇപ്പം റെയിനിലൊന്നും ഡിസോൾവ് ആവില്ല, അത് അങ്ങനെ തന്നെ അത് അവിടെ എക്സ്ട്രിക്റ്റ് ചെയ്യുന്നതാണ് CFCൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഇങ്ങനെ കാലക്രമേണ എന്ത് സംഭവിക്കുന്നു? ഈ ODS മോളിക്യൂൾസ് എല്ലാം സ്ട്രാറ്റോസ്ഫിയറിലേക്കും എത്തും. ഓക്കെ, ആദ്യം ട്രോപ്പോസ്ഫിയറിൽ എഫിഷ്യൻ്റ്ലി മിക്സ് ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ കാലങ്ങൾ കൊണ്ട് അത് എന്ത് ചെയ്യുന്നു? സ്ട്രാറ്റോസ്ഫിയറിലേക്ക് വരെ അത് എത്തുന്നു. സ്ട്രാറ്റോസ്ഫിയറിലാണ് നമ്മളുടെ ഓസോൺ ലെയർ ഉള്ളത്. ഓക്കെ, ഇനി ഈ ഒരു സ്ട്രോങ് UV ലൈറ്റ്സ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ODS മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ചെയ്യുന്നു. UV റേസിൻ്റെ പ്രസൻസിൽ ഈ ODS മോളിക്യൂൾസ് ബ്രേക്ക് ചെയ്യുന്നു. അതിൽ നിന്നും എന്തൊക്കെ വരുന്നറിയോ? ഈ ക്ലോറിൻ ആറ്റം അല്ലെങ്കിൽ ബ്രോമിൻ ആറ്റം, ഹാലജൻസ് ആയിട്ടുള്ള ക്ലോറിൻ ആറ്റംസ്, ബ്രോമിൻ ആറ്റംസ് എല്ലാം ഇതിൽ റിലീസാവും. ഈ റിലീസ് ചെയ്യുന്ന ക്ലോറിൻ ആറ്റം അല്ലെങ്കിൽ ബ്രോമിൻ ആറ്റത്തിന് എന്തിന് പറ്റുന്നറിയോ? നമ്മളുടെ ഓസോണിനെ പോയിട്ട് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഓസോൺ എന്താണ്? O3 ആണ് അല്ലേ. സോ ഈ ഒരു ഓസോണിനെ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. അതിനെ
ഓരോ ആറ്റം ഓക്സിജൻ മോളിക്യൂൾസിലേക്ക് മാറ്റാൻ പറ്റും. സോ നോക്കൂ, ഇതിൽ ഫിഗറിൽ നമുക്ക് കാണാം ഫസ്റ്റ് സ്റ്റെപ്പ് UV കോസസ് ക്ലോറിൻ ആറ്റം ടു ബ്രേക്ക് അവേ ഫ്രം CFC മോളിക്യൂൾ. അതായത് CFC മോളിക്യൂളൊക്കെ വരുമ്പോൾ അതിന് UV ലൈറ്റിൻ്റെ പ്രസൻസിൽ ക്ലോറിൻ ആറ്റത്തിനായിട്ട് മാത്രം അതിൽ നിന്ന് വിഘടിക്കാൻ പറ്റും. ഓക്കെ, ഈ ക്ലോറിൻ ആറ്റം പോയിട്ട് എന്താ ചെയ്യുന്നത്? ഓസോൺ എന്ന് വെച്ചാൽ O3 ആണ്. 3 ഓക്സിജൻ ആറ്റം കൂടി ചേർന്ന് ഓസോണിലേക്ക് പോയി അറ്റാക്ക് ചെയ്യുകയാണ് ക്ലോറിൻ ആറ്റം. ഓക്കെ, ഈ ക്ലോറിൻ ആറ്റം അറ്റാക്ക് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? 3 ഓയിൽ നിന്നും ഒരു ഓയെ ക്ലോറിൻ കൊണ്ടുപോകും. ഓക്കെ, ClO ഉണ്ടാവുന്നു, മറ്റേത് ഓക്സിജൻ ആയിട്ടും പോകുന്നു. The chlorine atom pulls one oxygen atom away. Then fourth step നോക്കൂ, a free oxygen atom hits the chlorine monoxide molecule. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ഫ്രീ ഓക്സിജൻ ആറ്റം വന്നിട്ട് ഈ ഒരു ക്ലോറിൻ മോണോക്സൈഡ് മോളിക്യൂളിനെ ചെന്നിട്ട് ഹിറ്റ് ചെയ്യുന്നു. ആദ്യ സമയത്ത് അപ്പോൾ എന്ത് സംഭവിക്കുന്നു? വീണ്ടും ഫ്രീ ക്ലോറിൻ ആറ്റം ഉണ്ടാവുന്നു, ഒരു ഓക്സിജൻ മോളിക്യൂളും ഉണ്ടാവും. ഈ ഫ്രീ ക്ലോറിൻ എന്ത് ചെയ്യും? വീണ്ടും പോയിട്ട് എന്ത് ചെയ്യും? ഒരു ഓസോൺ മോളിക്യൂളിനെ കണ്ടെത്തി അവിടെ പോയി വീണ്ടും അറ്റാക്ക് ചെയ്യും. ഇങ്ങനെ ഒരു സൈക്ലിക് പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് അവിടെ ഉള്ള ഓസോൺ മോളിക്യൂൾ എല്ലാം എന്തായി മാറും? ഓക്സിജൻ മോളിക്യൂൾസ് ആയിട്ട് വിഘടിച്ച് പോകും. ഓക്കെ, ഈ ഒരു രീതിയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ഓസോണിൻ്റെ തിക്നെസ് കുറഞ്ഞു വരും. അതാണ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. സ്റ്റഡീസ് പറഞ്ഞിട്ടുള്ളത് 1 ക്ലോറിൻ ആറ്റത്തിന് ഒരു ഓവർ 1 lakh ഓസോൺ മോളിക്യൂൾസിന് വരെ ഡിസ്ട്രോയ് ചെയ്തിട്ട് സ്ട്രാറ്റോസ്ഫിയറിൽ നിന്നും റിമൂവ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് എത്രത്തോളമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇത് ഫിഗറിൽ കാണിക്കുന്നത് ആർട്ടിക് റീജിയൻ്റെ മേലായിട്ട് ഓസോൺ ഡിപ്ലീഷൻ ഹോൾ വന്നിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഇനി ഓസോൺ ലെയർ ഡിപ്ലീഷനുള്ള സൊല്യൂഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നോക്കൂ. ലെസ് യൂസ് ഓഫ് ഫ്യൂവലിൻ്റെ യൂസൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് ഒക്കെ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതൊക്കെ വരുന്നത് മിക്കവാറും ഫ്യൂവലിൻ്റെ യൂസിൽ നിന്നുമാണ് അതിൻ്റെ എമിഷൻസ് എല്ലാം വരുന്നത്. അതുപോലെ ലെസ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്, അതുപോലെ ലിമിറ്റഡ് യൂസ് ഓഫ് ഹാർംഫുൾ കെമിക്കൽസ് ഫോർ ക്ലീനിങ്. മിക്കവാറും നമുക്കറിയാം ഈ ക്ലോറിനൊക്കെ യൂസ് ചെയ്യുന്നത് മിക്കവാറും ക്ലീനിങ് മെറ്റീരിയൽസിലൊക്കെ അധികം വരുന്ന കെമിക്കലാണ്, ക്ലോറിൻ റിലേറ്റഡ് കെമിക്കൽസ് ഒക്കെയാണ്. സോ അതിൻ്റെയൊക്കെ ഒരു എമിഷനും കാര്യങ്ങളും പുറത്ത് വരുമ്പോഴാണ് നമ്മൾക്ക് ഓസോൺ ലെയർ ഡിപ്ലീഷനെ മോർ ആക്സിലറേറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു രീതിയിലൊക്കെ നമുക്കിതിനെ ഡിപ്ലീഷൻ കുറക്കാവുന്നതാണ്. സോ നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.